രാജ്യത്തിന്റെ ഏറ്റവും വലിയ ആൾ ആചാര മര്യാദയോട് കൂടിയിട്ട് ശിരസ് കുനിച്ച് ഭഗവാന്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് എന്തോ വിഴുങ്ങിയതുപോലെയാണ് വാസവൻ തൊട്ടടുത്ത് നിന്നത്. ആചാരം താല്പര്യമില്ലെങ്കിൽ എന്തിനാണ് ഇതുപോലെയുള്ള ആളുകൾ ദേവസ്വം വകുപ്പിനെ ഭരിക്കുന്നത് എന്നുള്ള ചോദ്യം കേരളത്തിലെ ജനങ്ങൾ ചോദിക്കും. അപ്പോൾ അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള റോളുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതുവരെ മൗനത്തിലാണ്. ഈ മൗനം തന്നെയാണ് ആഭ്യന്തര വകുപ്പിലേക്കുള്ള ദൂരം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ മാത്രം മുഖ്യമന്ത്രിയാണ് എന്ന് പലപ്പോഴും ശഠിക്കാനും അത് പ്രാവർത്തികമാക്കാനും ഇഷ്ടമുള്ള കേരളത്തിന്റെ എല്ലാവരുടെയും ഭാഗ്യക്കേട് കൊണ്ട് എന്നേ ഞാൻ പറയൂ. അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രി ഇന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിക്കെതിരെ ഒരു നടപടിയെടുക്കാനോ അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിക്കെതിരെ ഒരു നടപടിയെടുക്കാനോ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈസ് ഈക്വൽ ടു ആഭ്യന്തര വകുപ്പ് എന്ന് പറയേണ്ടി വരും. ചെങ്കോലും കിരീടവും ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത് കേരളത്തിലെ പ്രജകളാണെങ്കിൽ അവർ ഈ ചെങ്കോലും കിരീടവും അഴിച്ചു വെപ്പിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. നമസ്കാരം. സംസ്ഥാനം തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ പോവുകയാണ്. നവംബർ അവസാനം അല്ലെങ്കിൽ ഡിസംബർ ആദ്യം, അതിനാണല്ലോ ഒരു സാധ്യത. ഏതായാലും മുന്നണികളെല്ലാം ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയടക്കം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നത് ഉറപ്പാണ്. എനിക്കൊപ്പം ഇപ്പോൾ ഉള്ളത് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി ശോഭ സുരേന്ദ്രനാണ്. നമസ്കാരം. നമസ്തേ. സ്വർണ്ണക്കവർച്ച കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നടപടികളൊക്കെ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ ശബരിമലയിലെ സ്വർണ്ണക്കവർച്ച സ്പോൺസർ പോറ്റിയിൽ മാത്രം, ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്ന് വ്യക്തമാണ്. പക്ഷെ അത് എത്തേണ്ട തലങ്ങളിലേക്കൊന്നും എത്തുന്നുമില്ല. അത് എന്തുകൊണ്ടായിരിക്കും? അത് ആരൊക്കെയോ സംരക്ഷിക്കാനൊരു നീക്കം നടക്കുന്നില്ലേ അന്വേഷണ സംഘത്തിനിടയിൽ? 2019 അവിടുത്തെ ദേവസ്വം പ്രസിഡന്റും അതുപോലെ തന്നെ അവിടുത്തെ ബോർഡ് മെമ്പർമാരും ചേർന്നുകൊണ്ട് ഇങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ ദേവന്റെ ആചാരം ലംഘിക്കാൻ സാധിക്കുന്ന രീതിയിൽ എന്തുകൊണ്ടാണ് പുറത്തേക്ക് ഈ വസ്തുവകകൾ കൊണ്ടുപോയത് എന്നതിനെക്കുറിച്ച് തീർച്ചയായിട്ടും പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടു. 2019 മുതൽ 2025 വരെ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർക്കും അതുപോലെ തന്നെ അവിടുത്തെ പ്രസിഡന്റുമാർക്കും ഇതിനകത്ത് റോളുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ നമുക്കറിയാം, പത്മകുമാർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായിരിക്കുന്ന സമയത്താണല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇത് ഏൽപ്പിക്കുന്നത്. അപ്പോൾ അത് FIRൽ തന്നെ പ്രതി ചേർക്കപ്പെട്ടിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് പറഞ്ഞു ആദ്യഘട്ടത്തിൽ എനിക്കിതിൽ യാതൊരു കാര്യവുമില്ല എന്നുള്ള രീതിയിൽ, ഞാനൊരു അയ്യോ പാവമാണ് എന്നുള്ള രീതിയിലാണ് അവതരിപ്പിച്ചതെങ്കിലും അവസാനം കോടതിക്ക് വരെ ബോധ്യപ്പെട്ടു പ്രശാന്തിന് കൃത്യമായിട്ടുള്ള റോള് ഇതിനകത്തുണ്ട് എന്നുള്ളത്. ഇപ്പോൾ നമുക്കറിയാം, ജൂലൈ മാസം അഴിച്ചുകൊടുത്ത ഈ ദേവന്റെ വസ്തുവകകൾ 2 പേര് വന്ന് കൊണ്ടുപോയി എന്നുള്ളത് പുറത്തു വരികയുണ്ടായി. അതിനകത്ത് അത് ട്രാക്ടറിലാണ് കൊണ്ടുപോയതെന്നും കാറിൽ കൊണ്ടുപോകുമ്പോൾ പോലും ആരും പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നില്ല എന്നും യഥാർത്ഥത്തിൽ ഇത് ഭഗവാന്റെ ഈ വസ്തുക്കൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന് മാനുവൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കെ ഇത് കൃത്യമായി തട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ട് അഴിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷവും സ്മാർട്ട് ക്രിയേഷനിലേക്ക് കൊണ്ടുപോകാതെ 39 ദിവസക്കാലം ഉണ്ണികൃഷ്ണൻ പോറ്റി കയ്യിൽ വെച്ചു എന്നുള്ളതും ദേവസ്വം ബോർഡിന്റെ ഇന്നത്തെ പ്രസിഡന്റ് പ്രശാന്തിനെ അറിഞ്ഞിട്ടും പ്രശാന്ത് ഇതിനെ ലഘൂകരിക്കുന്ന രീതിയിലാണ് ആദ്യ സമയത്ത് സ്റ്റേറ്റ്മെന്റുകളിലൂടെ പുറത്തു വന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. തിരുവാഭരണ കമ്മീഷണറും വേറൊരാളും കൂടി ഒരുമിച്ച് പോയി എന്ന് പറയുകയും അഴിച്ചു കൊണ്ടുപോകുമ്പോൾ ആ അഴിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് എന്തിനാണ് ബൈജുവിനെ സ്ഥലം മാറ്റിയത് എന്നുള്ളത് ഒരു ചോദ്യമാണ്. കാരണം ബൈജു ഇവരുടെ കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കാത്തത് കൊണ്ടാണോ, ഇവർ പറഞ്ഞ സ്ഥലങ്ങളിൽ ഒപ്പിടാത്തത് കൊണ്ടാണോ ബൈജുവിനെ സ്ഥലം മാറ്റിയത് എന്നുകൂടി ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കേന്ദ്രത്തിന്റെ ഒരു അന്വേഷണം വരുന്ന സമയത്ത് ഈ കാര്യങ്ങളെല്ലാം തന്നെ ചോദ്യം ചെയ്യലിന് വിധേയമാക്കപ്പെടുമ്പോൾ ഇതിൻ്റെ യഥാർത്ഥ പ്രതി, ഇന്ന് ഒളിഞ്ഞിരിക്കുന്ന, ഇന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്ന യഥാർത്ഥ വില്ലന്മാർ പുറത്തു വരും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. പ്രശാന്തിനെ നിയന്ത്രിച്ചത് ആരായിരുന്നു? ഏത് ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്നു? പഴയ കടകംപള്ളി ആയിരുന്നുവോ അതോ ഇപ്പോഴത്തെ വാസവനായിരുന്നുവോ എന്നുള്ളതിൻ്റെ ഉത്തരം പറയേണ്ടത് തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയല്ല. എല്ലാ ഭക്തരുടെയും മനസ്സ് വേദനിപ്പിക്കുകയും ഇത്തരമൊരു സമീപനം 51 മഹാക്ഷേത്രങ്ങളിലും നടന്നിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് നടന്നിട്ടുണ്ടാകാം എന്നുള്ള ചർച്ചയിലേക്ക് ഈ കേരളത്തെ എത്തിച്ചതിൻ്റെ പിറകിൽ പ്രവർത്തിച്ചത് ഇതുപോലെയുള്ള ആളുകളാണ്. പ്രശാന്ത് പഴയ കോൺഗ്രസ്സുകാരനായിരുന്നല്ലോ.
നമുക്കറിയാമല്ലോ, പഴയ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ അനുജൻ ഈ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്ന സമയത്ത് അവിടെ എന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് പഴയ കാലത്ത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ കോൺഗ്രസ്സുകാർ തെറ്റ് ചെയ്യാത്ത ആളുകളല്ല. കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് അവർ ഇങ്ങനെയാണ്, അവർ വെളുക്കെ ചിരിക്കും, അവർ വെളുക്കെ ചിരിച്ചുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. എന്നാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ചിരിക്കാൻ ഒരല്പം മടിയുണ്ടെങ്കിലും അവർ കൃത്യതയോട് കൂടിയിട്ട് ഗൂഢാലോചന പ്ലാൻ ചെയ്യും. ഈ വ്യത്യാസം മാത്രമേ രണ്ടു കൂട്ടരും തമ്മിലുള്ളൂ. അതുകൊണ്ടാണല്ലോ നമ്മുടെ സോണിയ മാഡത്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രബലമായിരിക്കുന്ന സമയത്തല്ലേ ഇന്ത്യയിലെ പുരാതനമായിട്ടുള്ള എത്രയെത്ര വിഗ്രഹങ്ങൾ നാട് കടന്നുപോയി, അതിനെക്കുറിച്ചുള്ള അന്വേഷണവും അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും എല്ലാം പുറത്തു വന്നല്ലോ. അപ്പോൾ രാജ്യവ്യാപകമായി എത്രയോ പുരാതന വിഗ്രഹങ്ങളും പുരാതന വസ്തുക്കളും പുറത്തേക്ക് പോയെന്നും ആ ചർച്ചകൾ നടന്ന് പാർലമെന്റിൽ വരെ ആ വിഷയം ഉന്നയിക്കപ്പെട്ട കാലാംശത്തിൽ ശ്രീമാൻ കെ സി വേണുഗോപാലും ശ്രീ വി ഡി സതീശനും ഒക്കെ ആലോചിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. എന്താണ്, ഇവിടെ ചെറിയൊരു അമ്പലമല്ലേ അല്ലെങ്കിൽ ചെറിയൊരു ക്ഷേത്രമല്ലേ എന്നൊക്കെ അവരുടെ മനസ്സിലുണ്ടായിരിക്കും. അതുകൊണ്ടാണല്ലോ അവർ ശബരിമല ആചാര ലംഘനം നടന്ന സമയത്ത് അവർ വഴിയിലിറങ്ങാതിരുന്നത്, അവർ തെരുവിൽ പ്രതിഷേധിക്കാതിരുന്നത്. അപ്പോൾ ഈ വിഷയങ്ങളെക്കുറിച്ചെല്ലാം തന്നെ ഇവിടുത്തെ മുഴുവൻ മനുഷ്യരും ഭക്തരും മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അതിൻ്റെ എല്ലാം റിസൾട്ട് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഏതായാലും ADGP എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ ഒരു SIT ടീമിനെ ഹൈക്കോടതി കണ്ടെത്തിയിട്ടുണ്ട്, അന്വേഷണ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്, അവർ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, സർക്കാരിൻ്റെ പോലീസിനെ തന്നെയാണ് കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത്, അവർക്ക് പരിമിതികളുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഈ അന്വേഷണം കേന്ദ്ര ഏജൻസികളിലേക്ക് എത്തുമോ എന്ന് പൊതുജനം അന്വേഷിക്കുന്നത്. അത് തീരുമാനിക്കേണ്ടത് കേന്ദ്ര സർക്കാർ തന്നെയാണ്. താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരെ അത് അറിയിക്കേണ്ട ആളുകൾ ഇവിടെയുള്ള മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഇവിടെയുള്ള ആളുകൾ ജനപ്രതിനിധികളൊക്കെയാണ് അത് അറിയിക്കേണ്ടത്. അല്ല, കേന്ദ്ര ഏജൻസി ഇങ്ങോട്ടേക്ക് വരണമെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അത് ഉണ്ടാകുമോ ഇല്ലയോ എന്നാണ് കേരളത്തിലെ പൊതുസമൂഹം കാത്തിരിക്കുന്നത്. ഞങ്ങൾ നടത്തുന്ന സമരം എന്ന് പറയുന്നത് അത് ഉണ്ടാകണം, കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ഉണ്ടാകണം. അതിൽ നിന്ന് ഒളിച്ചോടാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നാളിതുവരെ ഈ സമരവുമായിട്ട് പൊതുനിരത്തിലുള്ളത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ആവശ്യം അത് ഈ പൊതുസമൂഹത്തിൻ്റെ ആവശ്യം, ഞങ്ങളുടെ ആവശ്യം എന്നുള്ളതല്ല, പൊതുസമൂഹത്തിൻ്റെ ആവശ്യത്തിൻ്റെ മുന്നിൽ തീർച്ചയായിട്ടും മുട്ടുമടക്കേണ്ടി വരും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങൾ അതിന് ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ്. സംസ്ഥാന പ്രസിഡന്റ് ഹോം മിനിസ്റ്റർ അമിത്ഷാജിക്ക് ഒരു കത്ത് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ സകല വിവരങ്ങളെക്കുറിച്ചും ആഭ്യന്തര വകുപ്പ് അന്വേഷിക്കണമെന്നും അതിനാവശ്യമായിട്ടുള്ള ഒരു അന്വേഷണം ഉണ്ടാകണം എന്നുമാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഉദ്യോഗസ്ഥന്മാർ മാത്രമായിരിക്കില്ല പെടുക. എങ്ങനെ ഉദ്യോഗസ്ഥന്മാർക്ക് തീരുമാനമെടുക്കാൻ സാധിച്ചു? ദേവസ്വം ബോർഡിൻ്റെ ഇന്നത്തെ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് ഈ വസ്തുവകകൾ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടും ഏതാണ്ട് 39 ദിവസം ഈ വസ്തുവകകൾ പലയിടങ്ങളിലും കൊണ്ടു നടന്നതിന് ശേഷമാണ് സ്മാർട്ട് ക്രിയേഷനിൽ എത്തിയിട്ടുള്ളത് എന്ന് വ്യക്തമായി പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് മിസ്റ്റർ പ്രശാന്ത് ഈ കുറ്റവാളികളെ ന്യായീകരിക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ഇറക്കാൻ കാരണം അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനോട് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചേർന്ന് നിൽക്കാൻ എന്തുകൊണ്ടാണ് പ്രശാന്ത് ആഗ്രഹിച്ചത്? അപ്പോൾ പ്രശാന്തിന് കൃത്യമായി ഇതിനകത്ത് റോളുണ്ട്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണ്? ഇവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, അവിടുത്തെ ചില ഉദ്യോഗസ്ഥന്മാർ, ദേവസ്വം വകുപ്പ് മന്ത്രിമാർ, അതിനും അപ്പുറത്ത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വകുപ്പ് മന്ത്രി വരെ ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റിനെ ചുമതലയിൽ നിന്ന് മാറ്റാതെ ഭയപ്പെട്ടു നിൽക്കുന്നതിൻ്റെ കാരണം എന്താണ്? ആ കാരണം പൊതുസമൂഹത്തിന്റെ മുന്നിൽ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത ഇവിടുത്തെ പ്രതിപക്ഷത്തിനുണ്ടായിരുന്നു. പ്രതിപക്ഷം അത് ബോധ്യപ്പെടുത്താൻ തയ്യാറല്ല. ഞങ്ങൾ ആ റോൾ ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു CBI അന്വേഷണം വരണമെന്നും 2019 മുതൽ 2024 ഈ 25 നമ്മൾ ചർച്ച ചെയ്യുന്നത് വരെയുള്ള ദിവസങ്ങളിലെ ഈ കാര്യങ്ങളെക്കുറിച്ച് വസ്തുനിഷ്ഠമായിട്ട് പരിശോധന നടത്തണം എന്നും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അവരെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കണം എന്നുമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ അതിന് ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ്. കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി നിർഭാഗ്യവശാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയതുകൊണ്ട് ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ എങ്ങനെയെല്ലാം കൈകാര്യം ചെയ്യണം എന്ന് വ്യക്തമായി ബോധ്യമുള്ളത് കൊണ്ടും ഈ 2 പേരെ കൂടി ചോദ്യം ചെയ്യണം എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇതുവരെ ഈ ദേവസ്വം വകുപ്പ് മന്ത്രിയോട് ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ച നടത്താൻ ഉദ്യോഗസ്ഥന്മാർ ഒരു അന്വേഷണത്തിന് എന്തുകൊണ്ട് ഈ മന്ത്രിയെ വിളിച്ചു വരുത്തുന്നില്ല, ചോദ്യം ചെയ്യുന്നില്ല? എന്തുകൊണ്ട് ദേവസ്വം വകുപ്പ് മന്ത്രിക്കെതിരെ കേസെടുക്കുന്നില്ല? 2 വകുപ്പ് മന്ത്രിമാർ, ഇപ്പോഴത്തെ വകുപ്പ് മന്ത്രിയും
മുൻപത്തെ വകുപ്പ് മന്ത്രിയും രണ്ടുപേരും, അത് ശ്രീമാൻ വാസവനാണെങ്കിലും കടകംപള്ളിയാണെങ്കിലും രണ്ടുപേരെയും ചോദ്യം ചെയ്യേണ്ടതായിരുന്നില്ലേ കേരളത്തിന്റെ അന്വേഷണ സംഘം എന്നുള്ളത് മുഴുവൻ മനുഷ്യരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതിന് തടയായി നിൽക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മാത്രം മുഖ്യമന്ത്രിയാണ് എന്ന് പലപ്പോഴും ശഠിക്കാനും അത് പ്രാവർത്തികമാക്കാനും ഇഷ്ടമുള്ള കേരളത്തിൻ്റെ എല്ലാവരുടെയും ഭാഗ്യക്കേട് കൊണ്ട് എന്നേ ഞാൻ പറയൂ. അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രി കേരള ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്നത് കൊണ്ട് ഈ തീവെട്ടിക്കൊള്ള അത് മൂടിവെക്കാം എന്നുള്ള ഒരു പരിശ്രമത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ കോടതിയുടെ നിരീക്ഷണത്തിൽ ഒരു ചെറിയ രീതിയിലുള്ള ഒരു സന്തോഷം നോക്കിക്കാണാൻ സാധിക്കുന്നത്, സ്വമേധയാ വീണ്ടും ഒരു കേസെടുക്കാൻ വേണ്ടിയിട്ടും വീണ്ടും ഒരു റിട്ട് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ടും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ റിട്ട് ഫയൽ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ആളുകൾ അതിനകത്തേക്ക് കടന്നു വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് മാത്രം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇത് കേരളം കടന്ന് ഭഗവാന്റെ ഉരുപ്പടികൾ പുറത്തേക്ക് പോയിട്ടുള്ള ഒരു കേസാണ്. അപ്പം കേരളത്തിനകത്തുള്ള പോലീസ് അധികാരികൾ മാത്രം വിചാരിച്ചാൽ ഇതിലെ കളവ് നടത്തിയവരെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ടും ഉന്നതന്മാർക്ക് ബന്ധമുണ്ട് എന്നുള്ളത് കൊണ്ടും ഇന്ത്യയുടെ രാഷ്ട്രപതി വന്ന് ആചാരമര്യാദയോട് കൂടിയിട്ട്, രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ആൾ ആചാരമര്യാദയോട് കൂടിയിട്ട് ശിരസ് കുനിച്ച് ഭഗവാന്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് എന്തോ വിഴുങ്ങിയതുപോലെയാണ് വാസവൻ തൊട്ടടുത്ത് നിന്നത്. ആ കാഴ്ച കേരളത്തിലെ എല്ലാ മനുഷ്യരും കണ്ടു. വാസവൻ അങ്ങനെ ആചാരം താല്പര്യമില്ലെങ്കിൽ എന്തിനാണ് ഇതുപോലെയുള്ള ആളുകൾ ദേവസ്വം വകുപ്പിനെ ഭരിക്കുന്നത് എന്നുള്ള ചോദ്യം കേരളത്തിലെ ജനങ്ങൾ ചോദിക്കും. നാളെ കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം തീരുമാനമെടുത്തു വന്നിരിക്കട്ടെ, ഇവിടെ ഒരു നയ പൈസ പോലും ഇനി ദേവസ്വം വകുപ്പിന്റെ അമ്പലങ്ങളിൽ നിക്ഷേപിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് മനുഷ്യരുടെ മനസ്സ്, ഭക്തരുടെ മനസ്സ് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഭഗവാനെ താല്പര്യമില്ലാത്ത, ഭഗവാന്റെ തീർത്ഥം താല്പര്യമില്ലാത്ത, ഭഗവാന്റെ പൂജാവിധികളെ കുറിച്ച് എനിക്ക് അറിയണ്ട എന്ന് തീരുമാനമെടുത്തിട്ടുള്ള ആളുകൾ, ആചാരലംഘകരായിട്ടുള്ള മനുഷ്യർ ഇങ്ങനെ എന്തിനാണ് ശബരിമലയെ ഭരിക്കുന്നത് എന്നുള്ള ചോദ്യം കൂടി ഭാരതീയ ജനതാ പാർട്ടി ഞങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അത് ജനം ഏറ്റെടുത്തിട്ടുമുണ്ട്. കഴിഞ്ഞകാല ശബരിമല പ്രക്ഷോഭത്തിൽ ഞങ്ങൾക്ക് അത് അനുഭവമുണ്ട്. എന്താണോ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ സംഘപരിവാർ പ്രസ്ഥാനം കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ തുറന്നു പറഞ്ഞത്, ആ കാര്യങ്ങളിലൂടെ ഇവിടുത്തെ ഭക്തർ യാത്ര ചെയ്തിട്ടുണ്ട്. അവസാനം ഞങ്ങൾ തന്നെ പറയേണ്ടി വന്നു, നിത്യനിദാനത്തിന് നിവൃത്തിയില്ലാത്ത ക്ഷേത്രങ്ങളിൽ, എണ്ണ വാങ്ങാൻ ഗതിയില്ലാത്ത ക്ഷേത്രങ്ങളിൽ പോലും കഞ്ഞികൂടി മുട്ടിപ്പോകും എന്നുള്ളത് കൊണ്ട് വീണ്ടും ഞങ്ങൾക്ക് തന്നെ തിരിച്ചു പറയേണ്ടി വന്നു, ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ പൈസ ഇടുന്ന വീണ്ടും നിങ്ങൾ അവിടെ പൂജാവിധികൾ നടത്തണം എന്ന് പറയേണ്ട സാഹചര്യം ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഉണ്ടായി. അതുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ടത്, ഇത് ഭഗവാന്റെ ഇടമാണ്. വിശ്വാസമില്ലാത്ത യുക്തിവാദികൾക്ക്, ചാർവാകന് പോലും, ചാർവാക മതത്തെ അംഗീകാരം കൊടുത്തുകൊണ്ട് ചാർവാകനെ പോലും ഋഷിയായി കണക്കാക്കിയിട്ടുള്ളവരുടെ നാടാണ് ഈ ഭാരതം. അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ വിശ്വാസികളുടെ ഇടയിലേക്ക് വരണ്ട, നിങ്ങൾ മാറി നിൽക്കണം. വിശ്വാസമുള്ള ഏതെങ്കിലും ഒരു ഘടകകക്ഷിക്ക് ദേവസ്വം ഭരിക്കാൻ അങ്ങനെ നിർബന്ധമുണ്ടെങ്കിൽ അത് എന്തായാലും ജനങ്ങൾ തീരുമാനമെടുക്കും. കാരണം വരാൻ പോകുന്ന നാളുകളിൽ സംഭവിക്കാൻ പോകുന്നത് ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ കേരളത്തിൽ ഉണ്ടാകും. അത് തീർച്ചയായിട്ടും ഭാരതത്തിൻ്റെ ഗവൺമെൻറ്റിനോട് കിടപിടിക്കുന്ന രീതിയിൽ, ചേർന്ന് നിൽക്കുന്ന രീതിയിൽ കേന്ദ്രത്തിലും കേരളത്തിലും ഒരേ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഭരണമുണ്ടാകും. അന്ന് എങ്ങനെയാണ് ദേവനെയും ദേവിയെയും നോക്കേണ്ടത് എന്ന് പൊതുസമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു ഭാഗ്യം അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിന് ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഭക്തയാണ് ഞാൻ എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ശബരിമല സ്വർണ്ണപ്പാളി വിവാദം ലൈവായി തന്നെ നിൽക്കും ഏറെ നാൾ. സംസ്ഥാനം തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും നീങ്ങുന്ന ഘട്ടത്തിൽ വിഷയത്തിൽ ഒരു മഞ്ഞുരുകൽ അത്ര എളുപ്പമാവില്ല. വളരെയധികം നന്ദി ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഇത്ര നേരം ഞങ്ങളോട് സംസാരിച്ചതിന്.